பேச்சலாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. ഈ കണ്ണനിത് എവിടെ പോയി കിടക്ക? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ഇപ്പൊ സമയം എത്രയായി? ഉച്ചക്ക് ഫുഡ് കഴിക്കാനും വന്നില്ല. ഈ ചെറുക്കനിത് എവിടെ പോയതാ? ശരിയാ, ഏത് ഫ്രണ്ടിനെ കാണാനാ പോയത്? അതറിയോ നിനക്ക്? എന്തായാലും മഹി, നീ കണ്ണനെ ഒന്ന് വിളിക്ക്. നമ്മൾ ഇറങ്ങുവാന്ന് പറ. ഞാനിപ്പോ വിളിച്ചു വെച്ചതേ ഉള്ളൂ അമ്മ. അവനിപ്പോ എത്തും. മഹി, നിങ്ങൾക്ക് ഇന്ന് തന്നെ പോണോ? ഏതായാലും വന്നില്ലേ, 2 ദിവസം നിന്നിട്ട് പോയാ പോരെ? അതൊന്നും പറ്റില്ല. നിനക്കറിയാവുന്നതല്ലേ എനിക്ക് നാട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല എന്ന്. പിന്നെ മോളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മോളെ കാണാനൊരു കൊതി. അതാ നിങ്ങൾ പോരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടെ പോന്നേ. അതേതായാലും സാധിച്ചു, മോളെ കാണാൻ പറ്റി. സത്യം പറയാലോ നന്ദു, എനിക്കും അമ്മക്കും മോളുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ നല്ല ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാ, ഇതെല്ലാം അവസ്ഥ. നിൽക്കാൻ പറ്റില്ല. ഈ സമയത്ത് മോക്ക് നല്ല കെയർ വേണ്ടതല്ലേ. നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇട്ടേച്ച് പോവാൻ തോന്നുന്നില്ല. എന്താ ലച്ചു, നമ്മൾ അവളെ ഒറ്റക്കാക്കിയിട്ടല്ലല്ലോ പോകുന്നേ. ഇവിടെ നന്ദുവും കിച്ചുവും കണ്ണനും എല്ലാവരും ഇല്ലേ. നീ ഇങ്ങനെ വിഷമിക്കാതെ. ആക്ച്വലി ഞാനും കിച്ചുവും കൂടി ഇന്ന് കിച്ചുവിൻ്റെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുക. വേറൊന്നും കൊണ്ടല്ല, മോളെവിടെ ഒറ്റക്കിടാൻ താല്പര്യം ഉണ്ടായിട്ടുമല്ല. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യമാണ്. കാരണം നമ്മളെക്കാൾ ഏറെ കെയർ ചെയ്യേണ്ടത് കണ്ണനാ ഈ സമയത്ത്. മോക്കത് അത്യാവശ്യമാണ്. സോ അവർക്കൊരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ടാ. അതേതായാലും നന്നായി. മോള് പറഞ്ഞത് ശരിയാ. ഈ സമയത്ത് കണ്ണൻ തന്നെയാ അഞ്ചു മോളെ നോക്കേണ്ടത്. കൊച്ചിനെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അമ്മയുടെ കൂടെ കൊച്ചിന്റെ എല്ലാ വളർച്ചയും അച്ഛനും അറിയണം. അപ്പോൾ കണ്ണൻ തന്നെ നോക്കട്ടെ. നമ്മൾ ആരും ഇവിടെ വേണ്ട. അതാ ഏറ്റവും നല്ലത്. മാത്രല്ല കണ്ണന്റെ ഈ കുട്ടികളെയൊക്കെ ഒന്ന് മാറി കിട്ടും. അങ്ങനെയാ എനിക്ക് തോന്നുന്നത്. അതെ, അത് മുത്തശ്ശി പറഞ്ഞത് ശരിയാ. നമ്മുടെ അഞ്ചു കണ്ണന്റെ എല്ലാ കുട്ടികളെയും മാറ്റിയെടുത്തോളും അല്ലേ? കണ്ണനെത്തിയല്ലോ. കൂടെ ആരാ വരുന്നേ? ഏതാ പെൺകുട്ടി? അച്ചമ്മയ്ക്ക് ഇത് ആരാന്ന് മനസ്സിലായോ? ഇല്ലല്ലോ കണ്ണ, ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. നിന്റെ വല്ല ഫ്രണ്ടോ ആയിരിക്കും അല്ലേ? മുത്തശ്ശി, ഇത് ഞാനാ, ദിയ. മനസ്സിലായില്ലേ? എന്റെ അച്ചമ്മേ, ദാസങ്ങളുടെ മോളാ ദിയ. അച്ചമ്മക്ക് അറിയില്ലേ? കുഞ്ഞിലേ ഉള്ള എന്റെ കൂട്ടാണല്ലോ. ആ ദിയ മോള്, നമ്മുടെ ദാസിന്റെ. അത് ശരി, മോള് ദൂരെ എങ്ങാണ്ട് പോയി പഠിക്കുവല്ലേ? ഇതെപ്പോ വന്ന്? ഞാൻ ജർമ്മനിയിലായിരുന്നു. ദേ ഇപ്പൊ വരുന്ന വഴിയാ. മോൾ ആകെ മാറിയല്ലോ. കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല. വളർന്നു വലിയ പെണ്ണായി അല്ലേ ലക്ഷ്മി? അതെ, പെട്ടെന്ന് എനിക്കും മനസ്സിലായില്ല. കൊറേ വർഷമായില്ലേ മോള് പോയിട്ട്. അല്ല, മോളുടെ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു? സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞു ആന്റി. ഇനി ജോബിന് കയറണം. അത് പപ്പ റെഡിയാക്കിയിട്ടുണ്ട്. അതിനു മുന്നേ നാട്ടിലൊക്കെ ഒന്ന് പോയി എല്ലാരെയും ഒന്ന് കാണാന്ന് വിചാരിച്ചു വന്നതാ. അതേതായാലും നന്നായി. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ മോളെ കാണാൻ പറ്റിയല്ലോ. നിങ്ങളെല്ലാരും കാണാൻ തന്നെയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷേ എനിക്കറിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ ആരാ കാർത്തി? ഇത് ആകാശേട്ടന്റെ വൈഫാ. പിന്നെ ഇത് ഞാൻ നിന്നോടൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞിരുന്നു. എവിടെ സർപ്രൈസ്? സർപ്രൈസ് തന്നെയാ ഇത്. ഷീസ് മൈ വൈഫ് അഞ്ജലി. നിന്റെ വൈഫോ? അതിന് എപ്പോഴാ നിന്റെ കല്യാണം കഴിഞ്ഞ്? വെറുതെ ഫൂളാക്കാൻ നോക്കല്ലേ കാർത്തി. നോ, ഞാനെന്തിനാ നിന്നെ ഫൂളാക്കുന്നേ? അതോ ഈ കാര്യത്തില് സത്യാടി, എന്റെ കല്യാണം കഴിഞ്ഞു. എല്ലാം പെട്ടെന്നായതുകൊണ്ട് ആരോടൊന്നും പറയാൻ പറ്റിയില്ല. എന്നാലും എന്റെ കാർത്തി, നീ ഇതെങ്ങനെ? നിനക്കല്ലേ കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞു നടന്നേ? എന്നിട്ടിപ്പോ പെട്ടെന്ന് നിന്റെ കല്യാണം? ഓ മൈ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ഇതൊക്കെ സത്യമാണോ മുത്തശ്ശി? എല്ലാം ഉള്ളതാ മോളെ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 1 മാസം കഴിഞ്ഞു. മാത്രല്ല അതിന്റെ ഇടയിൽ അവനൊരു കുരുത്തക്കേട് ഒപ്പിച്ച് മോളിപ്പോ 3 മാസം പ്രഗ്നന്റാ. അതെങ്ങനെ? കല്യാണം കഴിഞ്ഞ് 1 മാസം ആയെന്നല്ലേ പറഞ്ഞ്? അപ്പോ എങ്ങനെ 3 മാസം പ്രഗ്നന്റ്? ഇതൊക്കെ ഞാനിപ്പോ മോൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ എങ്ങനെയാണെന്നൊക്കെ. എനിക്ക് മനസ്സിലായി. എന്നാലും എന്റെ കാർത്തി, യു ആർ ടു ഫാസ്റ്റ്. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, അത് നിന്റെ അടുത്തുനിന്ന്. എന്തായാലും ഇത് വല്ലാത്ത ചതിയായി പോയി കേട്ടോ. എടേ, ഇനി നീ കൂടി തുടങ്ങല്ലേ പ്ലീസ്. ഓക്കെ മാറി നിക്ക്. ഞാൻ പരിചയപ്പെട്ടിട്ട് നിന്റെ വൈഫിനെ. എനിവേ, ഐ ദിയ. അവന്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ടാ. ഹായ്, ഐ അഞ്ജലി. സത്യം പറയാലോ കാർത്തി, എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. നിനക്കൊരു സർപ്രൈസും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഇവിടെ എത്തിയപ്പോ നിന്റെ സർപ്രൈസ് കണ്ട് ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോയി. അത് കൊള്ളാലോ. അതൊരു സർപ്രൈസാ. അപ്പയോട് പറഞ്ഞ് നിന്നെ ഇവിടുന്ന് കെട്ടിക്കൊണ്ടുപോകാനായിരുന്നു എന്റെ പ്ലാൻ. ഇവിടെ എത്തിയപ്പോ എല്ലാം പോയില്ലേ. എന്റെ കെട്ടും കഴിഞ്ഞ് ഇതേ ഒരു കുഞ്ഞു വരാനിരിക്കുന്നു. വല്ലാത്തൊരു ചെയ്ത്തായി പോയത്. പക്ഷെ അഞ്ചു, നിനക്ക് എപ്പോ ഇവന് വേണ്ടാന്ന് തോന്നാണെങ്കിലും ആദ്യം എന്നെ അറിയിക്കണേ. ഇവനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. നിനക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ പറയണ്ടേ. ഇതിപ്പോ ഇച്ചിരി ലേറ്റ് ആയി പോയല്ലോ മോളെ. ഇവക്കിതെന്താ പറ്റിയേ? എന്തിനാ നോക്കി ദഹിപ്പിക്കുന്നേ? എന്നാ മോനെ, ഞങ്ങളങ്ങ് ഇറങ്ങുവാ. പോവാറായോ? ഇന്ന് തന്നെ പോണ അച്ഛാ. പിന്നെ പോവാതെ എന്തായാലും പോയേ പറ്റൂ. പിന്നെ നിന്റെ അച്ഛമ്മക്കും അമ്മക്കും വരാൻ തീരെ ആഗ്രഹമില്ല. പക്ഷെ അത് പറ്റില്ല. നീ വേണം അഞ്ചുമോളെ നോക്കാൻ. ഈ സമയത്ത് അവൾക്ക് പ്രത്യേക കെയർ വേണം. ഒക്കെ ശ്രദ്ധിക്കണം കണ്ണാ, കേട്ടല്ലോ. നിങ്ങൾ ആര് പറഞ്ഞാലില്ലെങ്കിലും ഞാൻ അവളെ നോക്കാണ്ടിരിക്കുവോ? അതോർത്ത് ആരും വിഷമിക്കണ്ട, ഞാൻ അവളെ നോക്കിക്കോളാം. എന്നാ എന്റെ പൊന്നു മോന് കൊള്ളാം. ഞാൻ ദിവസം മോക്ക് വിളിക്കും. നിന്നെപ്പറ്റി എന്തെങ്കിലും കംപ്ലൈന്റ് മോൾ എന്നോട് പറഞ്ഞ അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞു തരണ്ട്. മോളെ അഞ്ജു, ഒന്നിങ്ങോട്ട് വന്നേ. എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മോളെ അഞ്ജു, അമ്മ പറഞ്ഞത് അറിയാലോ. നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ. സമയത്തിന് ആഹാരം കഴിക്കുക, അതുപോലെ ഒരുപാട് വെള്ളം കുടിക്കണം, പിന്നെ നല്ല പോലെ റെസ്റ്റ് എടുക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം കണ്ണനെ വിളിക്കണം കേട്ടോ. കണ്ണൻ ഇവിടെ ഇല്ലെങ്കിൽ അവനെ വിളിച്ചു വരുത്തണം, കേട്ടല്ലോ. മനസ്സിലായമ്മ, ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ അതുപോലെ എനിക്ക് വേറൊരു കാര്യം മോളോട് പറയാനുണ്ട്. ദിയമോളെ പറ്റിയാ. ദിയമോളെ എനിക്കറിയൊക്കെ ചെയ്യാം. പക്ഷെ നേരത്തെ മോള് പറഞ്ഞത് കേട്ടപ്പോൾ തൊട്ട് എനിക്കെന്തോ വല്ലായ്മ. അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ ഇപ്പം മോൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, അപ്പം അവിടെ തമാശക്ക് പറഞ്ഞതാണോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് മോളോട് പറയാനുള്ളത്, അവർ കുഞ്ഞുനാൾ തൊട്ടുള്ള ഫ്രണ്ട്സാ. എല്ലാം സമ്മതിച്ചു. പക്ഷേ ഇപ്പം മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. മോൻ്റെ ഭാര്യയാണ് മോള്. സോ ആ ഒരു അവകാശം എപ്പോഴും മോൾക്കാണുള്ളത്. ഏത് ഫ്രണ്ട്സ് ആയാലും എല്ലാ ബന്ധത്തിനും ഒരു പരിമിതികളുണ്ട്. അത് തെറ്റിക്കാൻ മോള് സമ്മതിക്കരുത്, കേട്ടല്ലോ. ദിയ അവളെ മോശപ്പെട്ട കുട്ടിയാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞേ. പക്ഷേ അവളങ്ങനെ പറഞ്ഞപ്പോൾ മോളോട് ഇങ്ങനെ പറയണമെന്നൊക്കെ എനിക്ക് തോന്നി. കണ്ണനെല്ലാം കുട്ടിക്കളിയാ, അറിയാലോ. മോള് വേണം കണ്ണനെ മാറ്റിയെടുക്കാൻ. കാര്യബോധമൊക്കെ ഉള്ള ഒരു നല്ലൊരാണാക്കി മാറ്റണം. അതുകൊണ്ടാ മോളൊന്ന് ശ്രദ്ധിക്കണേ. എല്ലാം ഞാൻ റെഡിയാക്കിക്കോളാന്നേ. കണ്ണനെ എങ്ങനെ മാറ്റിയെടുക്കണമെന്ന് എനിക്കറിയാം. അമ്മ വിഷമിക്കണ്ട. അതെനിക്കറിയാലോ, നീ മിടുക്കിയല്ലേ. എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, അങ്കിളും ആന്റിയും ഇന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ? മോളെ, അവര് പോയിട്ട് ഇറങ്ങാന്ന് വെച്ച് നിൽക്കുമായിരുന്നു. എന്നാ ഞങ്ങളൊന്ന് ഇറങ്ങാം. അഞ്ജു മോളെ. അമ്മ, നിങ്ങൾക്കിടയിൽ എന്താ നടന്നെന്ന് എനിക്കറിയില്ല. അന്നും ഇന്നും അറിയാൻ വേണ്ട. പക്ഷെ നിങ്ങൾക്കിടയിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന് എനിക്ക് മനസ്സിലായി. സന്തോഷമുള്ളൂ. അമ്മ പപ്പയുടെ കൂടെ പൊക്കോ. ഇനിയെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നേ എനിക്ക് കാണണം.
മോളെ, നിന്നെപ്പോലൊരു മകളെ കിട്ടിയതാ ഞങ്ങൾ ചെയ്ത പുണ്യം. ഞങ്ങൾ ഏതൊരു പ്രശ്നത്തിലാണെങ്കിലും മോൾ ഇന്ന് വരെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിട്ടില്ല. മോൾ എൻ്റെ കൂടെ നിൽക്കുമ്പോഴും അമ്മയുടെ കൂടെ നിൽക്കുമ്പോഴും അതിലൊക്കെ സന്തോഷം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. എങ്ങനെ പറയണമെന്ന് അറിയില്ല. എപ്പോഴും മോൾ ഞങ്ങളെ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ മാനസികാവസ്ഥ, ഞങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം. പക്ഷേ ആസ് എ പാരൻസ് ഞങ്ങൾ ഫെയിലായിപ്പോയി. മോൾക്ക് വേണ്ട സ്നേഹവും മോളുടെ ആഗ്രഹങ്ങളും ഒരുമിച്ച് തരാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. വി ആർ സോ സോറി. ഇനിയെങ്കിലും അതൊക്കെ മോൾക്ക് തരാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്താ പപ്പ ഇത്? നിങ്ങൾ ഒരിക്കലും ഫെയിലല്ല. ഞാൻ പപ്പയുടെ കൂടെ ആണെങ്കിലും അമ്മയുടെ കൂടെ ആണെങ്കിലും രണ്ടുപേരും ഒരുപാട് എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സ്നേഹം അതൊരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ മനസ്സിൽ എന്നും നിങ്ങൾ ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാ മോളെ, ഞങ്ങളെ ഇറങ്ങുവാ. എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പോൾ വിളിക്കണം, കേട്ടല്ലോ? അങ്കിൾ അതോർത്ത് ടെൻഷൻ ആവണ്ട. ഞാനിവിടെ ഉണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ വിളിക്കാം. അഞ്ജു, അവര് നല്ല കൂട്ടാന്ന് തോന്നുന്നു അല്ലേ? ആ, എനിക്കറിഞ്ഞൂടാ. കുഞ്ഞുനാൾ തൊട്ടുള്ള കൂട്ടാന്നല്ലേ പറഞ്ഞ്. ആയിരിക്കും. ആ, ഇവളെന്താ പോവാത്തെ? ഇന്ന് ഇവിടെയാണോ സ്റ്റേ? ഇവിടെ നിക്കത്തൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞാൽ പോവായിരിക്കും. പക്ഷേ അവൾ ഇച്ചിരി ഓവറല്ലേ എന്നൊരു സംശയം. അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നീ അത് വിട്. ആകാശേട്ടൻ അവിടുന്ന് പോന്നോ? ആ, ആകാശേട്ടനോ? ആകാശേട്ടൻ അവിടുന്ന് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്രയായിരിക്കും? ആകാശേട്ടാ, ചേട്ടൻ ഇന്ന് പോണ്ട. ചേട്ടനും പ്രീതിജിക്കും ഇന്നിവിടെ നിൽക്കാലോ. അതൊന്നും പറ്റില്ല. നാളെ ഓഫീസിലതാ പോണോ. പ്രീതി എവിടെ? ഞാനിവിടെ ഉണ്ട് ഏട്ടാ. ആ, അഞ്ജു ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖല്ലേ? നമ്മുടെ ജൂനിയർ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ വോമിറ്റിങ് അത്രേ ഉള്ളൂ. ആ, അതേ സമയത്ത് കാണുമല്ലോ. അല്ല, ഇതാരാ? തീയമോളോ? ഇതെപ്പോ വന്ന്? ഇന്ന് ലാൻഡ് ചെയ്തുള്ളൂ. നേരെ ഇവന്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. ഇനി കുറച്ചു ദിവസം ഇവിടെ കാണും. ഓ, അത് ശരി. നിന്റെ വാലെത്തിയല്ലോ അല്ലേ? അപ്പൊ ഇനി രണ്ടും കൂടി കറങ്ങി നടക്കാനാവും പ്ലാൻ അല്ലേടെ കണ്ണ? ആ, ഒന്നും പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടേക്ക് ഒന്ന് കറങ്ങണം, അത്രേ ഉള്ളൂ. എന്നാ ശരി, നിങ്ങൾ പ്ലാൻ ചെയ്യ. ഞങ്ങളങ്ങ് പോവാ. സമയം ഒരുപാടായില്ലേ. നിങ്ങൾ കിടന്നോ. ഓക്കെ, പ്രീതി വാ. അഞ്ജു, ഞാനെന്നാ പോവാ. ഇടക്ക് വരാം. നീ എന്നെ വിളിക്കണേ. ഓക്കെ, നീ പൊക്കോ. കാർത്തി, എന്താ പറ്റി? എനിക്ക് ഉറങ്ങണം. അതിനെന്താ, താൻ പോയി കിടന്നു. അത് പിന്നെ എടാ കാർത്തി, നീ കൂടി ചെല്ല്. സമയം ഒരുപാടായല്ലേ. നീ വരാനാ അവള് വിളിക്കുന്നേ. അതിനൊന്നുമല്ല. അവൾക്ക് വല്ല ആവശ്യം ഉണ്ടായിട്ടായിരിക്കും. എന്താ അഞ്ചു കാര്യം പറ. അത് പിന്നെ ഷടാ
അവക്ക് ഉറക്കം വന്നിട്ടാ കാർത്തി, നീ ചെല്ല്, സമയം ഒരുപാടായില്ലേ. ഉറങ്ങാനാണെങ്കിൽ അവക്ക് പോയി കിടക്കാലോ, അതിന് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. അതെന്താടാ അങ്ങനെ? അവക്ക് ഉറക്കം വന്ന അവള് നിന്നെയല്ലേ വിളിക്ക? അവളെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഞങ്ങൾ ഒരുമിച്ച്. കാർത്തി, എനിക്ക് വല്ലാത്ത അസ്വസ്ഥത പോലെ, വയറൊക്കെ വേദനിക്കുന്നു. ഒന്ന് വാ. എടാ ചെല്ല്, അവളെ കണ്ടാലറിയാം നല്ല ക്ഷീണമുണ്ട്. പോയി എന്താന്ന് നോക്ക്. ഞാൻ എന്തായാലും കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. എന്താ അഞ്ജു, എന്താ നിനക്ക് പറ്റിയേ? സുഖമല്ലേ? എന്താ ഒന്നും പറയാത്തെ? കാര്യം എന്താന്ന് പറ. ഞാൻ വിളിച്ച വരാനെന്താ ഇത്ര മടിയാക്ക്? അത് പിന്നെ ഞാൻ ദിയോട് സംസാരിച്ചിരിക്കുമല്ലായിരുന്നു, അപ്പോഴാ നീ വിളിച്ചേ, അതാ. ഞാൻ തന്റെ ആരാ, അവള് തന്റെ ആരാ? അത് അവളെൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. നീ എൻ്റെ കുഞ്ഞിനെ ചുമക്കുന്ന എൻ്റെ എഗ്രിമെൻ്റ് വൈഫ്. നമ്മൾ തമ്മിൽ കോൺട്രാക്ട് മാരേജ് ആണെന്ന് താൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതെനിക്ക് നല്ല പോലെ അറിയാം. അറിയാലോ, പിന്നെന്തിനാ താൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ? അതുകൊണ്ടല്ലേ. ചോദിക്കും. എഗ്രിമെന്റ് ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ തന്റെ വൈഫാണെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് എനിക്ക് തന്നെയാ പ്രയോറിറ്റി കൂടുതൽ. ഞാൻ വിളിച്ച താൻ വരണം. വന്നില്ലെങ്കിൽ? എല്ലാരും അറിഞ്ഞിട്ടില്ല. എഗ്രിമെന്റിന്റെ കാര്യം ഞാൻ എല്ലാരോടും പറയും. തന്റെ അച്ഛമ്മയോടും അച്ഛനോടും അമ്മയോടും എല്ലാരോടും ഞാൻ പറയും. തനിക്കിപ്പോ എന്താ വേണ്ടേ? എന്താ നിന്റെ പ്രശ്നം? എന്തിനാ അവളെ ഇവിടെ താമസിപ്പിച്ചേ? എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? ഞാൻ ആദ്യം പറഞ്ഞതല്ലേ തന്റെ ഒരു ഫ്രണ്ട്സിനെ ഇവിടെ കയറ്റാൻ പറ്റില്ലെന്ന്. സി അഞ്ജു, എൻ്റെ സാധാ ഓർഡിനറി ഫ്രണ്ട്സ് പോലെയല്ല ദിയ. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ഫ്രണ്ടാ. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അവളെ കാണുന്ന പോലും. അവളിവിടെ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാ ഇങ്ങോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ അവൾ എൻ്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്? പറ്റില്ല, അതിവിടെ എന്തായാലും ഞാൻ സമ്മതിക്കില്ല. നാളെ തന്നെ അവളോട് ഇവിടുന്ന് പോവാൻ പറയണം. വല്ല ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് കൊടുക്ക്. അവൾ അവിടെ താമസിച്ചോട്ടെ, ഇവിടെ പറ്റില്ല. അവൾക്ക് പോകാൻ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടല്ല, അവൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാ. ഓക്കെ, നീ പറഞ്ഞ പോലെ അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പൊക്കോളാം. എൻ്റെ അപ്പാർട്ട്മെന്റിൽ താമസിക്കാലോ, കുറച്ച് ദിവസത്തെ കാര്യല്ലേ. നോ, അത് പറ്റില്ല. താൻ ഇവിടുന്ന് പോയാ എന്റെ അടുത്ത് ആരാ? താൻ ഒറ്റക്ക് ജീവിക്കാൻ പഠിച്ചവളല്ലേ, കുറച്ച് ദിവസം താൻ ഒറ്റക്ക് ജീവിക്കും. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എന്റെ വയറ്റില് തന്റെ കുഞ്ഞുണ്ട്. താൻ അത് മറക്കണ്ട. അഞ്ജു, ഞാൻ ഇവിടെ നിൽക്കുവാണെങ്കിൽ ദിയ കുറച്ച് ദിവസം ഇവിടെ നിൽക്കൂ. കുറച്ച് ദിവസത്തെ കാര്യമില്ലല്ലോ, നിനക്കെന്താ സമ്മതിച്ച? ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ താൻ അവളെയും കൊണ്ട് പോവോ? യെസ്, പോവും. എനിക്ക് പോയേ പറ്റൂ. എന്നെ തന്റെ കുഞ്ഞിനെ ഇവിടെ ഒറ്റക്കാക്കി താൻ പോവോ? ഇല്ല, എനിക്കങ്ങനെ നിന്നെ ഇവിടെ ഒറ്റക്കാക്കി പോകാൻ കഴിയില്ല. പ്ലീസ്, നീ ഇവിടെ നിന്നോട്ടെ. ഓക്കെ, അധിക ദിവസം പറ്റില്ല, കുറച്ച് ദിവസം. ഓക്കെ, അവളിവിടെ ലൈഫ് ലോങ് എൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, കുറച്ച് ദിവസത്തെ കാര്യമുള്ളൂ. നോ, അവള് തന്റെ കൂടെ ലൈഫ് ലോങ് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാ വന്നത്. ഇവിടെ വന്നപ്പോഴല്ലേ അവൾക്ക് മനസ്സിലായി. ഓ, അത് ശരി. അവളാ പറഞ്ഞത് ഇവിടെ കാര്യമായിട്ട് ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. അവളോട് താമസിക്കുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റിന്റെ കാര്യം അവളോട് പറയരുത്. എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം ആരോടും പറയണ്ട. അവളോട് പറഞ്ഞാലെന്താ, ഞാനെല്ലാം അവളോട് പറയാറുണ്ട്. ഇതും പറയാനിരുന്നതാ. അതുകൊണ്ടാ പറഞ്ഞ് പറയണ്ട. അവളോട് ഒരിക്കലും പറയരുത്. ഈ കാര്യം നമുക്കിടയിൽ മാത്രം ഒതുങ്ങിയാ മതി. ഞാൻ അവളോട് പറഞ്ഞ ബാക്കി പറയേണ്ടടുത്ത് ഞാനും പറയും. ഓ, നീ പറഞ്ഞ എനിക്കത് പ്രശ്നമല്ലെങ്കിൽ പറയും. ഏതായാലും കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റഡ് ആവും. അപ്പൊ എന്തായാലും അറിയില്ലേ, അത് അപ്പ അറിഞ്ഞാലും ഇപ്പ അറിഞ്ഞാലും സെയിം തന്നെയാ എന്നെ സംബന്ധിച്ചു. സോ നീ ഇപ്പൊ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമല്ല. മാത്രല്ല, നീ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ലൈഫ് ലോങ് ജീവിക്കാൻ ആഗ്രഹിച്ചു വന്നതാണല്ലോ ദിയ. അവളത് സീരിയസ് ആണെങ്കിൽ
എങ്ങനെയെങ്കിലും വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് എനിക്ക് അവളെങ്ങ് കെട്ടായിരുന്നു. സോ നീ അത് പറയുന്നത് എനിക്ക് പ്രശ്നമല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്താ ഒന്നും പറയാനില്ലേ? എന്നാ ശരി, ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. നാളെ പറഞ്ഞാലും മതി. നിക്ക്, താൻ എങ്ങോട്ടേ പോകുന്നേ? അത് ശരി, കിടക്കാൻ. അല്ലാണ്ടെന്താ? ഇനി തൊട്ട് ഇവിടെ കിടന്നാ മതി. അതിന്റെ ആവശ്യം ഇപ്പൊ ഇല്ലല്ലോ. നമ്മുടെ ഫാമിലിയൊക്കെ പോയില്ലേ, പിന്നെന്താ? ഫാമിലി വന്നാലും പോയാലും ഇനി തൊട്ട് ഇവിടെ കിടന്നാ മതി. അതൊന്നും പറ്റില്ല. എനിക്കങ്ങനെ നിലത്ത് കിടക്കാനൊന്നും പറ്റില്ല. തന്നോട് അതിന് ഞാൻ തറയിൽ കിടക്കാൻ പറഞ്ഞില്ലല്ലോ. താൻ ഇന്നലെ എങ്ങനെയാ കിടന്നേ? എന്റെ കൂടെ എന്റെ ബെഡിലല്ലേ? അതുപോലെ കിടന്നോ? തൻ്റെ കൂടെ കിടന്നാ എനിക്ക് ചിലപ്പോൾ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും അങ്ങനെ പലതും തോന്നും എൻ്റെ കുഞ്ഞിനോടെ. സോ അത് തനിക്ക് ബുദ്ധിമുട്ടാവും. എന്നാ ശരി, ഞാൻ പോവാ. താൻ കിടന്നോ. ഗുഡ് നൈറ്റ്. ഇവിടെ കിടന്നു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്തിനാ നിനക്ക് ബുദ്ധിമുട്ടില്ലാതെ? അതൊന്ന് പറയ്. ഞാൻ കൂടെ കിടക്കുന്നതിനാണോ അതോ? പ്ലീസ്, ഞാൻ പറഞ്ഞില്ലേ താൻ പറഞ്ഞതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ലെന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് ശരിക്കും ക്ലിയർ ആവണ്ടേ? ഓ, തനിക്ക് എന്താ മനസ്സിലാവണ്ടേ? താൻ എന്നെ കെട്ടിപ്പിടിക്കോ കിസ് ചെയ്യോ താൻ എന്ത് വേണേലും ചെയ്തു, എനിക്കതിനൊരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിലായോ? ഇനി വന്ന് കിടക്ക്. മനസ്സിലായി. ഇപ്പൊ ശരിക്കും മനസ്സിലായി. ആ മനസ്സിലെവിടെയോ ഞാൻ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. കണ്ടുപിടിച്ചോളാം. ആ മനസ്സ് നീ എനിക്ക് തരുവാണെങ്കിൽ എൻ്റെ ഈ മനസ്സ് നിനക്ക് തരാൻ ഞാനും റെഡിയാ. എന്താ അവിടെ നോക്കിയിരിക്കുന്നേ? കിടക്കുന്നില്ലേ? കിടക്കാം. പക്ഷേ അതിനു മുന്നേ താൻ എനിക്കൊരു കിസ് തരണം. എങ്കിലേ ഞാനിവിടെ കിടക്കൂ. എന്താ, പറ്റില്ലേ? തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാന്നല്ലേ നേരത്തെ പറഞ്ഞേ? എങ്കിൽ ഒരു കിസ് താ. അഞ്ജു, ഞാൻ നേരത്തെ ചോദിച്ചതിനുള്ള ആൻസർ നീ പറഞ്ഞില്ല. എന്ത്? അത് നീ എന്നോട് പറഞ്ഞില്ലേ തീയോട് നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ കാര്യമൊന്നും പറയരുതെന്ന്. ഞാനത് പറഞ്ഞാൽ നീ അത് വീട്ടിൽ പറയുമെന്നും പറഞ്ഞു. എനിക്കത് പ്രശ്നമല്ലെങ്കിൽ നീ എന്ത് ചെയ്യും?
നീ എന്താ ഒന്നും മിണ്ടാത്തെ? പറയും. അല്ലെങ്കിലും നമ്മളെന്തിനാ ആ എഗ്രിമെന്റിന്റെ കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നേ? എല്ലാരോടും പറയുന്നതല്ലേ നല്ലത്. ഞാൻ തന്നെ പറഞ്ഞോളാം വീട്ടിൽ. നോ, അത് പറയണ്ട. ഞാൻ സമ്മതിക്കില്ല. വൈ? എന്തുകൊണ്ട് അവരറിയാൻ പാടില്ല? ഇപ്പൊ പ്രഗ്നന്റ് ആയത് എന്തായാലും അറിഞ്ഞു. അതിലും വലുതല്ലല്ലോ. ഞാൻ എന്തായാലും നാളെ തന്നെ അവരോട് പറയും. അത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പോയി പറഞ്ഞ നീ എന്ത് ചെയ്യും? അത് സത്യമല്ലെന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് കഴിയും. അതെങ്ങനെ? അതൊക്കെ കഴിയും. എഗ്രിമെന്റിന്റെ പേപ്പേഴ്സ് എന്റെ കയ്യിലാ. താനത് മറന്നോ? അതിന്റെ ഒരു കോപ്പി പോലും തന്റെ കയ്യിലില്ല. അപ്പൊ താനെങ്ങനെ തെളിയിക്കും? നിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാനാണോ എനിക്ക് പ്രയാസം? പുഷ്പം പോലെ ഞാൻ അടിച്ചു മാറ്റും. അത് അടിച്ചു മാറ്റിയാലും തനിക്ക് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. അതിലെന്റെ സൈൻ ഇല്ല. പക്ഷെ അതിപ്പോ ഞാൻ തന്നോട് പറയില്ല. എന്താ ഒന്നും മിണ്ടാത്തെ? പറയൂ. താനങ്ങനെ അത് എടുത്തു മാറ്റുന്ന എനിക്ക് തോന്നിയ ഞാനത് നശിപ്പിക്കും. പിന്നെ ആർക്കും അത് കിട്ടില്ലല്ലോ. ഓക്കെ, താനതങ്ങനെ നശിപ്പിച്ച പിന്നെ ഈ ജന്മം മുഴുവൻ എൻ്റെ പെർമനന്റ് വൈഫായിട്ട് നിനക്ക് തുടരേണ്ടി വരും. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ നമുക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നിനക്ക് ഞാൻ ഡിവോഴ്സ് തരില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് വയറ്റിലുള്ളത് പോലെ അത് 5-6 ഞാൻ ഫ്യൂച്ചറിലാക്കി എടുക്കുകയും ചെയ്യും. തനിക്ക് വേറൊന്നും പറയാനില്ലേ? ഇല്ലെന്നേ, ഇപ്പം എനിക്കിതേ പറയാനുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് അത് നശിപ്പിക്കുമ്പോൾ നല്ലപോലെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അത് നീ നശിപ്പിച്ച പിന്നെ ഒരിക്കലും നിനക്ക് എൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. എന്നും മിസ്സസ് കാർത്തികായിട്ട് തന്നെ നീ ജീവിക്കും. സത്യം പറഞ്ഞ ഇപ്പം എനിക്ക് നിന്നെ പെർമനൻ്റ് ആക്കിയാലോ എന്നുണ്ട്. സോ നാളെ തന്നെ വീട്ടിലെല്ലാവരോടും ഈ എഗ്രിമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാലോ? എന്തിന്? എന്നാലല്ലേ നീ ആ എഗ്രിമെൻ്റ് നശിപ്പിക്കൂ. അപ്പോഴല്ലേ നീ എൻ്റെ പെർമനൻ്റ് വൈഫാവൂ. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറയട്ടെ? നോ, വേണ്ട. ആരോടും പറയണ്ട. എനിക്ക് കുറച്ച് സമയം വേണം. എന്തിനാ തനിക്ക് സമയം വേണ്ടേ? എനിക്കും അറിയണം എനിക്ക് തന്നെ എൻ്റെ പെർമനന്റ് ഹസ്ബൻഡ് ആക്കാൻ പറ്റുമോന്ന്. അതിന് കുറച്ച് സമയം വേണം. ആർ യു സീരിയസ്? താനീ പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം സീരിയസ്. സോ എനിക്ക് കുറച്ച് സമയം വേണം. എൻ്റെ ലൈഫിൽ ഇതുവരെ നടന്നതെല്ലാം എനിക്ക് കളിയായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഒന്നൊഴിച്ച് നിൻ്റെ കാര്യത്തിൽ നിൻ്റേത് മാത്രം എൻ്റെ ലൈഫിൽ ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റേത് മാത്രമായി വന്നേ. സോ ഞാൻ ഇതുവരെ നിൻ്റെ കാര്യത്തിൽ പറഞ്ഞതൊക്കെ സീരിയസ് ആയിട്ട് തന്നെയാണ്. നീ എൻ്റെ കൂടെ വേണമെന്ന് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ. ഓക്കെ, ഞാനും ആലോചിക്കട്ടെ. ആ എഗ്രിമെന്റ് നശിപ്പിക്കണോ വേണ്ടയോ എന്ന്.